പാക് അധിനിവേശ കാശ്മീരിൽ സമാന്തര ഭരണം 76-ാം ദിവസവും പ്രക്ഷോഭം കത്തുകയാണ്. പാകിസ്ഥാന് പുതിയ വെല്ലുവിളി ഉയരുന്നു. പാക് അധിനിവേശ കാശ്മീരിലെ ജനകീയ പ്രക്ഷോഭം 76-ാം ദിവസത്തിലേക്ക് കടന്നതോടുകൂടി തന്നെ സമരത്തിന്റെ സ്വഭാവം കൂടുതൽ ശക്തമാവുകയാണ്. മേഖലയിൽ ഭരണപരമായ സമാന്തര സംവിധാനങ്ങൾ രൂപീകരിക്കുമെന്നും അവാമി ആക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചതായിട്ടാണ് വാർത്തകൾ പുറത്തുവന്നിരിക്കുന്നത്. റവേൽകോട്ടിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഗ്രാമതലത്തിൽ തന്നെ നടപ്പാക്കുന്നതിനായി രാഷ്ട്രീയ സമിതി, ധനകാര്യ സമിതി, പ്രതിരോധ സമിതി എന്നിങ്ങനെ തന്നെ 3 സമിതികൾ രൂപീകരിക്കാനാണ് നീക്കം നടക്കുന്നത്. ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ POK ഘടകമാകട്ടെ അതിന്റെ തലവനും അതേപോലെ തന്നെ AAC നേതാവുമായ സർദാർ അമൻ ഖാൻ ആകട്ടെ ഈ പ്രഖ്യാപനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പ്രതിഷേധം വെറും തെരുവ് പ്രതിഷേധത്തിൽ നിന്ന് പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ സ്വയം നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലേക്ക് മാറുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സർക്കാർ സേനകളുടെ നടപടികളെ നേരിടുന്നതിനായി തന്നെ ഗ്രാമതലത്തിൽ പ്രതിരോധ സമിതികൾ രൂപീകരിക്കുമെന്നും ഇവിടെ ഇവർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രക്ഷോഭം അടിച്ചമർത്താൻ പാകിസ്ഥാൻ കൂടുതൽ സുരക്ഷാ സേനകളെ വിന്യസിപ്പിക്കുന്നതിനിടയിലാണ് സമാന്തരമായ നേതൃത്വത്തിന്റെ പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ വിന്യസിപ്പിക്കുന്നതിനിടയിലാണ് സമര നേതൃത്വവുമായി ബന്ധപ്പെട്ട പുതിയ നീക്കങ്ങൾ ഉണ്ടാകുന്നതും. അതിനിടെ തന്നെ മേഖലയിൽ 10,000-കണക്കിന് അർദ്ധ സൈനികരെ വിന്യസിപ്പിച്ചിട്ടും പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ കഴിയാത്തത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് പുതിയ തലവേദനയായി മാറുകയാണ്. ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ മാത്രം ആശ്രയിക്കാതെ തന്നെ പ്രാദേശിക തലത്തിൽ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള സംവിധാനമായാണ് ഇപ്പോൾ പ്രതിഷേധകർ പ്രഖ്യാപിക്കുന്നതും. ഇതോടുകൂടി തന്നെ പ്രധാന ചോദ്യം ഇവിടെ വ്യക്തമാവുകയാണ്. POKയിലെ പ്രക്ഷോഭം ഇനി വെറും ഒരു പ്രതിഷേധം മാത്രമായി തന്നെ മാറില്ല. ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിന് സമാന്തരമായി തന്നെ ഒരു ജനകീയ സംവിധാനം രൂപപ്പെടുത്തുകയാണോ ഇവിടെ ചെയ്യുന്നതെന്നും വ്യക്തമാക്കേണ്ടതുണ്ട്. 76 ദിവസം പിന്നിട്ടിട്ടും പ്രക്ഷോഭം തുടരുന്നതും ഗ്രാമതലത്തിലേക്ക് സമര സംവിധാനം വ്യാപിക്കുന്നതിലും പാകിസ്ഥാന്റെ ആ ഒരു ഭരണ നിയന്ത്രണത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എന്നാൽ സമാന്തര ഭരണ സംവിധാനങ്ങളുടെ പ്രഖ്യാപനം പ്രായോഗികമായി തന്നെ എത്രത്തോളം നടപ്പിലാക്കുവാനും കഴിയുമെന്നതാണ് ഇവിടെ വ്യക്തമാക്കേണ്ടതുള്ളത്. കഴിഞ്ഞ ജൂൺ 5 മുതൽ POKയിൽ തുടരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിപണികളും അടഞ്ഞുകിടക്കുകയാണ്. എന്നാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം മാത്രം പ്രാദേശിക കടകൾ തുറക്കാൻ ഇവിടെ AAC അനുമതി നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക ഭരണ സംവിധാനങ്ങളുമായി തന്നെ സഹകരിക്കുന്നില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ജനങ്ങൾ സർക്കാർ ഓഫീസുകൾ പൂർണ്ണമായും തന്നെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. സിവിൽ നിയമപരമായ തർക്കങ്ങൾ പോലും ഗ്രാമതല സ്ഥിതികൾ അതായത് അത്തരത്തിൽ ആ ഒരു സമിതികൾ വഴിയാണ് ഇപ്പോൾ പരിഹരിക്കുന്നത്. പ്രക്ഷോഭകാരികളെ നേരിടാൻ പാകിസ്ഥാൻ റേഞ്ചേഴ്സും അതേപോലെ തന്നെ മറ്റുള്ളവർ ഉൾപ്പെടെ തന്നെ 17,500-ലധികം അർദ്ധ സൈനികരെയാണ് ഇപ്പോൾ POKയിൽ വിന്യസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പലയിടത്തും ജനങ്ങൾ റോഡ് ഉപരോധങ്ങൾ തീർത്തുകൊണ്ട് സൈനിക വാഹനങ്ങൾ തടയുന്നത് തുടരുകയാണ്. പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേരെ തന്നെ വെടിയുതിർത്താൽ പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ തന്നെ കലാപം ഉണ്ടാക്കുമെന്നും സർദാർ അമാൻ ഖാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിനായി തന്നെ ഇന്ത്യ അനുകൂല വ്യാപാര പാതകൾ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള ബദൽ മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കുമെന്നും ഇവിടെ പ്രക്ഷോഭത്തിന് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമെന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.